ഹായ് ഓൾ, ഗുഡ് മോർണിംഗ്. അപ്പം ഇന്ന് ഞാൻ നിഫ്റ്റിയിൽ ഒരു എൻട്രി നോക്കുകയാണ്. എങ്ങനെയാണ് നിഫ്റ്റിയിൽ ഞാൻ ട്രേഡ് എടുക്കാൻ പോകുന്നതാണ് കാണിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പം ഇതുവരെ ഞാൻ ഡെൽറ്റ എക്സ്ചേഞ്ചിലാണ് ട്രേഡ് ചെയ്ത് കാണിച്ചത്. അപ്പോൾ ഒരു 2500 രൂപയ്ക്കും ഒക്കെ ഞാൻ ആദ്യം കാണിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് ഡെൽറ്റ ട്രേഡ് ചെയ്യാമെന്ന്. ഇപ്പം ഞാൻ നമ്മളെ ഇന്ത്യൻ മാർക്കറ്റിലാണ് ട്രേഡ് ചെയ്യാൻ പോകുന്നത്. അതായത് നിഫ്റ്റിയിലും അതേപോലെ ബാങ്കിലൊക്കെയാണ് ഇനി ഞാൻ ട്രേഡ് ചെയ്ത് കാണിക്കാൻ പോകുന്നത്. അപ്പം ഇനി ഞാൻ ഡെൽറ്റയിൽ അതേപോലെ ക്രിപ്റ്റോയിലും അതേപോലെ തന്നെ ഇന്ത്യൻ മാർക്കറ്റിലും അതേപോലെ നമ്മളെ ഫോറക്സിലൊക്കെ ഞാൻ ട്രേഡ് ചെയ്യുന്ന കാണിക്കും. ഓക്കെ, ഞാനിതുവരെ ഫേസ് ഒന്നും കാണിച്ചിട്ട് വീഡിയോ ഇട്ടില്ല. ആകെ 2 വീഡിയോ ഇട്ടിട്ടുള്ളൂ. അപ്പോൾ ഇപ്പോൾ ഫേസ് കാണിച്ചിട്ട് ഫസ്റ്റ് വീഡിയോ ആണിത്. ഓക്കെ, ഓക്കെ, മാർക്കറ്റ് ഇപ്പോൾ ഒരു ബുള്ളിഷാണ് കാണിക്കുന്നത്. ബുള്ളിഷ് ട്രെൻഡാണ് കാണിക്കുന്നത്. മുകളിലോട്ട് പോകാനാണ് സാധ്യത കൂടുതൽ ഇന്നത്തെ മാർക്കറ്റ്. അപ്പോൾ ഞാൻ ഇന്ന് പ്ലാൻ ചെയ്യുന്നത് മുകളിലേക്കാണ്. ഓക്കെ, താഴത്തേക്ക് പ്ലാൻ ചെയ്യുന്നില്ല. മാർക്കറ്റ് ഈ ഒരു 25,126 അടിയിലോട്ട് പോയി കഴിഞ്ഞാൽ ഞാൻ ഇന്ന് ട്രേഡ് എടുക്കില്ല. അതിൻ്റെ പകരം മാർക്കറ്റ് 25,116 എബോവ് പോവുകയാണെങ്കിൽ ഞാൻ ഇന്നൊരു ട്രേഡ് നോക്കും. ഓക്കെ, ഞാൻ മുകളിലേക്കായിരിക്കും നോക്കുക. 25,160 എബോവ് ആണെങ്കിൽ മുകളിലേക്കും, അതേപോലെ തന്നെ 25,126 ബിലോ ആണെങ്കിൽ താഴത്തേക്കും. ഓക്കെ, ഇന്നലെയൊക്കെ ആ മാർക്കറ്റ് കണ്ടില്ലേ, ഇവിടെ നിന്ന് ഏകദേശം ഒരു 50 പോയിന്റ്സ് ഗ്യാപ്പ് അപ്പിലേക്കാണ് ഇന്നലെ മാർക്കറ്റ് ഓപ്പൺ ആയത്. അപ്പോൾ ഹോൾഡ് ചെയ്യുമ്പോൾ ഒക്കെ ശ്രദ്ധിക്കുക. അപ്പോൾ ഈ പുട്ടൊക്കെ ഹോൾഡ് ചെയ്യുന്നവരാണെങ്കിൽ പിറ്റേ ദിവസം രാവിലെ ആകുമ്പോഴത്തേക്കും 100 പോയിന്റ്സ് ഒക്കെ കോൾ കയറി കഴിഞ്ഞാൽ പൈസയൊക്കെ അവിടെ പോകും. ഓക്കെ,
ഞാൻ ഡെയിലി വീഡിയോ ഒന്നും ഇടൂല കേട്ടോ. ഡെയിലി ഞാൻ എന്തായാലും വീഡിയോ ഇടൂല, രാവിലെ ഒന്നും എന്തായാലും ഇടാൻ പറ്റില്ല. പിന്നെ നൈറ്റ് വേണമെങ്കിൽ നമ്മൾ ഡെയിലി അല്ലെങ്കിൽ ഒരു വീക്കിലി ഒരു 3-4 വീഡിയോസ് എന്തായാലും ഇടാൻ ശ്രമിക്കുക. ഓക്കെ, വീക്കിലി ഞാൻ ഇടാൻ ശ്രമിക്കും. നമ്മളെ ക്രിപ്റ്റോയിലൊക്കെ വേണമെങ്കിൽ വീക്കിലി ഇടാം. അപ്പം ഇപ്പം ഞാൻ കുറച്ച് തിരക്കിലാണ്, അതുകൊണ്ടാണ് എനിക്ക് വീഡിയോ ഇടാൻ പറ്റാത്തത്. ഓക്കെ, ടൈം കിട്ടുന്നില്ല ഒരു. പിന്നെ എപ്പോഴും ഞാൻ പറയുന്ന ഒരു കാര്യമാണ്, എപ്പോഴും നിങ്ങൾ ട്രേഡ് ചെയ്യുന്ന സമയത്ത് ട്രെൻഡ് വൈസ് ട്രേഡ് ചെയ്യാൻ എപ്പോഴും ശ്രമിക്കുക. കാരണം ട്രേഡ് ചെയ്യുന്ന സമയത്ത് ട്രെൻഡ് മനസ്സിലാക്കി ട്രേഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ റിസൾട്ട് ഉണ്ടാവും. ഓക്കെ, സോറി കേട്ടോ, ഭയങ്കര ജലദോഷമാണ്, അതാണ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മൂക്ക് ഇങ്ങനെ പിടിക്കുന്നത്. അപ്പം ഇന്ന് ഞാൻ ട്രേഡ് ചെയ്യുന്നത് വളരെ ഒരു ചെറിയ എമൗണ്ടിലാണ് കേട്ടോ. ഇന്ന് ഞാൻ അപ്സ്റ്റോക്സിൽ ആണ് ട്രേഡ് ചെയ്യുന്നത്. ബ്രോക്കറേജ് ഏതാണെന്ന് വെച്ചാൽ അപ്സ്റ്റോക്സ് ആണ് ചെയ്യുന്നത്. സെറോദ, അതേപോലെ തന്നെ നമ്മളെ ഗ്രോ അങ്ങനെ കുറേ ആപ്പ് ഉണ്ട്. അപ്പോൾ എനിക്ക് കുറച്ചും കൂടെ കുറച്ചും കൂടെ ഒരു കംഫർട്ടായി തോന്നിയത് അപ്സ്റ്റോക്സ് ആണ്. അപ്സ്റ്റോക്സിലാകുമ്പോൾ ചാർട്ടൊക്കെ നല്ല പ്രോപ്പറാണ്, ചാർട്ടും അതേപോലെ തന്നെ ഇൻഡിക്കേറ്റേഴ്സും എല്ലാ കാര്യങ്ങളും അതിൽ ഒരു നീറ്റായിട്ടാണ് എനിക്ക് തോന്നിയത്. മറ്റേത് വെച്ച് നോക്കുമ്പോൾ, കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ അപ്സ്റ്റോക്സ് കുറച്ചും കൂടെ ഒരു നീറ്റാണ് നമ്മളെ സെറോദയും ഗ്രോ ഒക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ. അപ്പം ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളാണ് കേട്ടോ. നിങ്ങൾക്ക് ഏതിലാണോ ഇഷ്ടമുള്ളത് നിങ്ങൾ അതിൽ ചെയ്യുക. ചിലവർ ഗ്രോയിലായിരിക്കും ചെയ്യുക, ചിലവർ സെറോദയിൽ ചെയ്യും. അങ്ങനെ ഓരോ ആൾക്കാർ ഓരോ രീതിയിലാണ് ചെയ്യുക. അതേപോലെ ഓരോ ആൾക്കാരെ ട്രേഡിങ് സെറ്റപ്പും വേറെ രീതികളിലായിരിക്കും. ഒക്കെ എല്ലാവരും ഇപ്പോൾ ഒരേ രീതിയിലായിരിക്കില്ല ട്രേഡ് ചെയ്യുക. ചിലവർക്ക് വേറെ രീതിയിൽ തന്നെ ആയിരിക്കും ഓരോ സെറ്റപ്പ് ഓരോ ആൾക്കാർക്ക് ഉണ്ടാവും.
അപ്പൊ എല്ലാവരും ചിലവർക്ക് വേറെ സ്ട്രാറ്റജീസ് ആയിരിക്കും. ഇപ്പൊ എനിക്ക് വേറെ സ്ട്രാറ്റജി ആണെങ്കിൽ വേറൊരാൾക്ക് വേറെ സ്ട്രാറ്റജി ആയിരിക്കും. അപ്പോൾ എല്ലാവരും ഒരേപോലെ ആവണം എന്നില്ല ട്രേഡ് ചെയ്യുന്നതൊക്കെ. അപ്പം ട്രേഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ നല്ല രീതിയിൽ തന്നെ ട്രേഡ് എടുക്കാൻ നോക്കുക. ഇതിപ്പോൾ പ്രോഫിറ്റ് ആണെങ്കിലും ലോസ് ആണെങ്കിലും നമ്മളത് അക്സെപ്റ്റ് ചെയ്തിട്ട് പിറ്റേ ദിവസം നമ്മൾ അടുത്ത ട്രേഡ് നല്ല രീതിയിൽ തന്നെ എടുക്കാൻ ശ്രമിക്കുക. ഓക്കെ, പിന്നെ ഓരോ ട്രേഡും എടുക്കുന്ന സമയത്ത് വളരെ ശ്രദ്ധിച്ചിട്ട് തന്നെ ട്രേഡ് എടുക്കാനും ശ്രമിക്കുക. കാരണം ചാടി കയറിയിട്ടൊന്നും ഓരോ എൻട്രി വരുമ്പോൾ ചാടി കയറി എടുക്കാണ്ട് നല്ല രീതിയിൽ തന്നെ മനസ്സിലാക്കിയിട്ട് നമ്മൾ ഓരോ ട്രേഡ് എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് തന്നെ ഒരു സമാധാനം. കാരണം ആ ട്രേഡ് ഇപ്പോൾ നഷ്ടം വന്നിട്ടുണ്ടെങ്കിലും നമുക്ക് വലിയ പ്രശ്നം ഉണ്ടാവില്ല. കാരണം നമ്മളത് അത്രയും വിശ്വസിച്ചെടുത്ത ട്രേഡാണ്. അതിപ്പോൾ മേ ബി ലോസ് ആണെങ്കിലും നമ്മളത് അക്സെപ്റ്റ് ചെയ്യും. കാരണം നമ്മൾ വെറുതെ എടുത്തിട്ട് നമ്മളെ പൈസ കളയുന്നതിനെക്കാട്ട് എത്രയോ പേരാണ് നമ്മൾ മനസ്സിലാക്കി ട്രേഡ് ചെയ്തിട്ട് പൈസ പോകുന്നത്. ഓക്കെ, ഇന്ന് രാവിലെ ഫോമായ ക്യാൻഡിലാട്ടോ ഇത്. അത്യാവശ്യം നല്ലൊരു വലിയൊരു ക്യാൻഡിലാണ് രാവിലെ തന്നെ മാർക്കറ്റ് ഓപ്പൺ ചെയ്തപ്പോൾ തന്നെ കയറിയത്. ഒരു ചെറിയ ഗ്യാപ്പ് അപ്പിലാണ്. ഒരു 60 ഒന്നുമില്ല, 26 പോയിന്റ്സോളം ഗ്യാപ്പ് അപ്പിലാണ് മാർക്കറ്റ് ഓപ്പൺ ആയത്. എനിവേസ് നമുക്ക് നോക്കാം എൻട്രി ഉണ്ടോ. ഓക്കെ, അപ്പോൾ വീഡിയോ കാണുമ്പോൾ എല്ലാവരും മാക്സിമം ഫുള്ള് കാണാൻ ശ്രമിക്കുക. അപ്പോൾ ഞാൻ പറയുന്ന ചെറിയ ചെറിയ പൊട്ടത്തരങ്ങളൊക്കെ ഉണ്ടാവും, അതൊക്കെ ക്ഷമിക്കുക. ഞാൻ ആദ്യമായിട്ടാണ് വീഡിയോ ചെയ്യുന്നത്. ഞാൻ ആദ്യമായിട്ടാണ് നമ്മളെ ഫേസ് ഒക്കെ കാണിച്ചിട്ട് വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ചെറിയ ചെറിയ പൊട്ടത്തരമൊക്കെ പറയും, എല്ലാവരും ക്ഷമിക്കുക. ഓക്കെ, നമ്മൾ ഇതിന്റെ മുന്നേ 2 വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മളെ ഡെൽറ്റയിൽ തന്നെ 2 വീഡിയോസ്, ഡെൽറ്റ അല്ല നമ്മളെ ക്രിപ്റ്റോയില്. അതായത് ഡെൽറ്റ എന്ന് പറയാൻ കാരണം അതൊരു ബ്രോക്കറേജ് ആപ്പാണ് ഡെൽറ്റ എന്ന് പറയുന്നത്. ക്രിപ്റ്റോ കറൻസി ക്രിപ്റ്റോയിൽ ട്രേഡ് ചെയ്യുന്നവർക്ക് ഉപയോഗിക്കാൻ പറ്റിയ ഒരു ആപ്പാണ് ഡെൽറ്റ. ഡെൽറ്റ എക്സ്ചേഞ്ച് ഇന്ത്യ എന്നാണ് അതിന്റെ പേര്. ഓക്കെ, ഞാൻ ഇതിന്റെ മുന്നേ 2 വീഡിയോ അതിനെ കുറിച്ചിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഡെൽറ്റയിൽ ഞാൻ എങ്ങനെയാണ് ട്രേഡ് ചെയ്യുന്നത് എന്നുള്ള രീതിയിൽ ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ആ വീഡിയോ കാണാം. പിന്നെ നമ്മൾ ഫോറക്സിലും ഇടും കേട്ടോ. ഞാൻ ഇനി ഫോറക്സിലും ട്രേഡ് ചെയ്യുന്നത് ഇതിൽ അപ്ലോഡ് ചെയ്യും. അപ്പോൾ ക്രിപ്റ്റോ, അതേപോലെ ഫോറക്സ്, ഇന്ത്യൻ മാർക്കറ്റ് എല്ലാം ഞാൻ ചെയ്യാൻ പോവാണ്. ഇനി എല്ലാത്തിലും ട്രേഡ് ചെയ്യുന്നതെല്ലാം ഇതിൽ ഞാൻ യൂട്യൂബിൽ തന്നെ അപ്ലോഡ് ചെയ്യാൻ പോവാണ്. ഓക്കെ, നോക്കാം. നമുക്ക് ഇത് ബ്രേക്ക് ചെയ്ത് കയറുകയാണെങ്കിൽ ഞാൻ ഇപ്പോഴും പ്രതീക്ഷിക്കുന്നത് മാർക്കറ്റ് മുകളിലേക്ക് പോകുന്നതാണ്. ഓക്കെ, മാർക്കറ്റ് ഇത് ബ്രേക്ക് ചെയ്ത് താഴത്തേക്ക് വരികയാണെങ്കിൽ ഞാൻ മാർക്കറ്റ് എന്താ പറയുക എക്സ്പെക്ട് ചെയ്യുന്നത് താഴത്തേക്കായിരിക്കും. അതായത് താഴത്തോട്ട് പോകും മാർക്കറ്റ്. പിന്നെ ഞാൻ അടുത്ത ഓപ്പർച്യൂണിറ്റി വരികയാണെങ്കിൽ മാത്രമാണ് ഞാൻ ട്രേഡ് എടുക്കുള്ളൂ. അതായത് ഈ ഒരു റെഡ്, അതായത് 25,126.30 താഴത്തേക്ക് വരികയാണെങ്കിൽ മാർക്കറ്റ് മേ ബി താഴത്തേക്ക് പോകും. അതല്ല
ഇതിന്റെ എബവ്, അതായത് 25,160 എബവ് മാർക്കറ്റ് പോവുകയാണെങ്കിൽ ഞാൻ മാർക്കറ്റ് എന്താ പറയാ മുകളിലേക്കായിരിക്കും, ബുള്ളിഷ് ആണ് മാർക്കറ്റ് പോവുക, മുകളിലേക്ക് പോകും. ഓക്കെ, പിന്നെ താഴത്തേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അടുത്ത ഓപ്പർച്യൂണിറ്റി വന്നിട്ട് മാത്രം നമുക്ക് അടുത്ത ട്രേഡ് നോക്കിയാൽ മതി. പിന്നെ താഴത്തേക്ക് പോയി കഴിഞ്ഞാൽ അപ്പം തന്നെ ചാടി കയറി താഴത്തേക്ക് ട്രേഡ് എടുക്കേണ്ട ആവശ്യമില്ല, കാരണം ഇന്നെൻ്റെ വ്യൂ ബുള്ളിഷ് ആണ്. അപ്പോൾ ബുള്ളിഷ് ആണെങ്കിൽ മാത്രമാണ് ഞാൻ എൻ്റെ വ്യൂ എങ്ങനെയാണ് നോക്കും. അതായത് എനിക്ക് ഇന്ന് മാർക്കറ്റ് മുകളിലേക്കാണ് പോകാൻ തോന്നുകയാണെങ്കിൽ ഞാൻ മുകളിലേക്ക് തന്നെ എടുക്കുള്ളൂ, താഴത്തേക്ക് ഞാൻ പിന്നെ ട്രേഡ് എടുക്കില്ല. അതേപോലെ ഇന്ന് മാർക്കറ്റ് താഴത്തേക്ക് പോവുകയാണെങ്കിൽ ഞാൻ പിന്നെ മുകളിലേക്ക് ട്രേഡ് എടുക്കില്ല. ഓക്കെ, അങ്ങനെയാണ് എനിക്ക് ഡെയിലി ഓരോ വ്യൂ ഉണ്ട്. എനിക്കിപ്പോൾ ഇന്ന് മുകളിലേക്ക് പോകാൻ തോന്നുകയാണെങ്കിൽ ഞാൻ ഇന്ന് മുകളിലേക്ക് ട്രേഡ് എടുക്കുള്ളൂ. അതേപോലെ എനിക്ക് നാളെ ഇനിയിപ്പോൾ കറക്റ്റ് എനിക്ക് താഴത്തേക്കാണ് എല്ലാ കാര്യങ്ങളും ഞാൻ നോക്കിയിട്ട് എനിക്ക് താഴത്തേക്കാണ് ഒരു എൻട്രി താഴത്തേക്കാണ് മാർക്കറ്റ് പോകാൻ തോന്നുകയാണെങ്കിൽ ഞാൻ താഴത്തേക്കുള്ള എൻ്റെ സ്ട്രാറ്റജി ഒക്കെ നോക്കിയിട്ട് ഞാൻ താഴത്തേക്കാണോ പോകാന്നുള്ളത് നോക്കിയിട്ട് ഞാൻ താഴത്തേക്ക് എടുക്കും. ഓക്കെ, അപ്പൊ ഞാൻ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും ഞാൻ പറയുന്നില്ല. ഓക്കെ, സാധാരണ എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ്, ഞാൻ അങ്ങനെ പറയുന്നൊന്നുമില്ല. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതേപോലെ തന്നെ ലൈക്ക് ചെയ്യുക വീഡിയോ. ഓക്കെ, താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ, നമ്മളിനി ഇതിന്നിപ്പോൾ ചെറിയ എമൗണ്ടിലാണ് ഞാൻ ട്രേഡ് ചെയ്യുന്നത്, വളരെ ചെറിയ എമൗണ്ടിലേക്ക് ട്രേഡ് ചെയ്യാൻ പോകുന്നത്. അപ്പം ഇനി ഞാൻ ഓരോ ദിവസവും എമൗണ്ട് ഞാൻ കൂട്ടി കൊണ്ടുവരും. ഓക്കെ, അപ്പോൾ കാണാൻ താല്പര്യമുള്ളവർ ചെയ്തു വെച്ചോ, അതേപോലെ തന്നെ ലൈക്കും ചെയ്തോ, അല്ലാത്തവർ ചെയ്യണ്ട. ഓക്കെ, ഞാനിത് ആരെയും നിർബന്ധിച്ചിട്ട് ഞാൻ പറയുന്ന കാര്യമൊന്നുമില്ല, ഞാനിത് അങ്ങനെ പറയലൊന്നുമില്ല. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യുക, അല്ലെങ്കിൽ ചെയ്യണ്ട. ഓ, നിഫ്റ്റി 25,000 കഴിഞ്ഞിട്ടോ, അത് ഞാൻ ഇപ്പോഴും ശ്രദ്ധിക്കുന്നത്. സത്യം പറയുകയാണെങ്കിൽ നിഫ്റ്റി 25,000 ഒക്കെ കഴിഞ്ഞ്, ഇത് ഫ്യൂച്ചറിന്റെ ചാർട്ടാട്ടോ. നിഫ്റ്റി ഫ്യൂച്ചറിൽ 25,147 എത്തിയിട്ടുണ്ട്. അതൊരു ഭയങ്കര ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മളെ മെയിൻ ചാർട്ട് നോക്കുകയാണെങ്കിൽ 25,55, അതായത് 25,055 ഇപ്പൊ നിൽക്കുന്നത്. ഓക്കെ, ഞാൻ ട്രേഡ് ചെയ്യുമ്പോൾ എപ്പോഴും ഫ്യൂച്ചർ ആട്ടോ ചെയ്യല്. ഞാൻ നമ്മളെ മെയിനിൽ കയറി നോക്കലില്ല, ഫ്യൂച്ചറിലാണ് എപ്പോഴും ചെയ്യല്. ഫ്യൂച്ചർ ആണെങ്കിൽ കുറച്ചും കൂടി ഒരു നല്ലതായി തോന്നിയിട്ട് ഫ്യൂച്ചറാണ്. ഓക്കെ, മറ്റേ മെയിൻ ചാർട്ടിനെക്കാട്ടും കുറച്ചും കൂടെ നല്ലതായി തോന്നിയത് ഫ്യൂച്ചറാണ്. സോറി കേട്ടോ, ഇതിൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മൂക്ക് പിടിക്കുന്നത് ഭയങ്കര ഒരു എനിക്കിങ്ങനെ പൊടിയായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര തുമ്മൽ പെട്ടെന്ന് വരാൻ തുടങ്ങും. അപ്പോൾ അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ടവൽ യൂസ് ചെയ്യണം, അല്ലെങ്കിൽ മൂക്കിന്ന് ഇങ്ങനെ തുമ്മിക്കോളും. അപ്പൊ അതൊക്കെ ഒന്ന് എല്ലാവരും ഒന്ന് മൂക്ക് വെച്ചിട്ട് മൂക്ക് ചീകുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ക്ഷമിക്കുക കേട്ടോ. അത് ഭയങ്കര ഒരു ഇറിറ്റേഷൻ ആണ് സത്യം പറയുകയാണെങ്കിൽ. അതിങ്ങനെ എവിടെയെങ്കിലൊക്കെ പോയി കഴിഞ്ഞാൽ ഇത് ഭയങ്കര പ്രശ്നമാണ്. ഇങ്ങനെ ടവല് പിടിച്ച് ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ ചെയ്യേണ്ടി വരും. അത് ഭയങ്കര ഒരു പ്രശ്നമായിട്ടുള്ള കാര്യമാണ്. കുറെ പേർക്ക് ഉണ്ടാവും എനിക്ക് തോന്നുന്നു അല്ലേ, ഇങ്ങനെ ആസ്മയും കാര്യങ്ങളൊക്കെ. അപ്പൊ ഞാൻ എന്റെ കഴിഞ്ഞ 2 വീഡിയോയിൽ ഇതുവരെ ഞാൻ ഫേസ് ഒന്നും കാണിച്ചിട്ടില്ല. അപ്പൊ ഞാൻ ഇന്ന് ആദ്യമായിട്ടാണ് എന്റെ ഫേസ് ഒക്കെ കാണിച്ചിട്ട് ഞാൻ ഇതിൽ വരുന്നതൊക്കെ. അപ്പൊ നമുക്ക് ഇനി ഞാൻ അധിക വീഡിയോയിൽ ഞാൻ ഫേസ് കാണിച്ചിട്ട് തന്നെ അപ്ലോഡ് ചെയ്യും. ഓക്കെ,
ഇത്രയും ദിവസം ഞാൻ മുഖമൊന്നും കാണിച്ചില്ല, മുഖം കാണിക്കാണ്ടായിരുന്നു 2 വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പൊ നൈറ്റ് ആകുമ്പോൾ ലൈറ്റ് ഒക്കെ ഇട്ട് വലിയ ക്ലിയർ കിട്ടില്ല. ഞാൻ മറ്റേത് രാത്രിയാണ് ചെയ്യല്. മറ്റേ ക്രിപ്റ്റോയിൽ ഞാൻ നൈറ്റ് 10:30ക്ക് ശേഷം ഞാൻ അതിൽ ചെയ്യല്. അപ്പോൾ അതിൽ ആ സമയത്ത് ചെയ്യുന്ന സമയത്ത് എനിക്ക് തോന്നുന്നില്ല ലൈറ്റും എല്ലാം കൊണ്ടും ക്ലിയർ ആവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതാണ് ഞാൻ പിന്നെ ചെയ്യാണ്ടിരുന്നത്. ഞാൻ പറഞ്ഞ പോലെ തന്നെ മാർക്കറ്റ് മുകളിലേക്ക് തന്നെയാണ് പോകുന്നത് കേട്ടോ. മാർക്കറ്റ് ബുള്ളിഷ് തന്നെയാണ്, എൻ്റെ ഒരു വ്യൂവിൽ ബുള്ളിഷ് തന്നെയാണ്. പറയാൻ പറ്റില്ല, ഇപ്പൊ ഇവിടെ പോയിട്ട് ആ ഒരു പച്ച തട്ടിയിട്ട് നേരെ വേണമെങ്കിൽ താഴോട്ട് വരാം, എന്ത് വേണേൽ സംഭവിക്കാം. നമുക്ക് നോക്കാം. എന്തായാലും കയറും തന്നെയാണ് ഞാനും പ്രതീക്ഷിക്കുന്നത്, നിങ്ങളും പ്രതീക്ഷിക്കുന്നത്. ഇത് മുകളിലേക്ക് ട്രേഡ് എടുക്കാൻ പ്ലാൻ ചെയ്യുന്നവരൊക്കെ ശ്രദ്ധിച്ചിരുന്നു. അപ്പോൾ ഇൻട്രാഡേ ഒക്കെ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ എത്ര ടൈം ഫ്രെയിം ഇട്ടിട്ടാണ് ചെയ്യാമെന്ന് പറഞ്ഞുതരുമോ? ജസ്റ്റ് ഒന്ന് പറയൂ, എത്ര ടൈം ഫ്രെയിമാണ് നിങ്ങൾ ഇടുകയെന്ന് ജസ്റ്റ് ഒന്ന് കാണുന്നവരൊന്ന് കമൻറ്റ് ചെയ്യുമോ ചെയ്യുന്ന സമയത്ത്? ഞാൻ 3ഉം 15 ആട്ടോ യൂസ് ചെയ്യല്. 15 ഞാൻ ജസ്റ്റ് നോക്കുന്നതാണ്. അപ്പോൾ 3ഉം അതേപോലെ തന്നെ 15ഉം 15ലാണ് അല്ല ഞാൻ ചെയ്യല്. ഞാൻ കൂടുതലും 3 തന്നെയാണ് ഞാൻ ചെയ്യല്. ഞാൻ 15 ജസ്റ്റ് ഒന്ന് നോക്കുന്നതാണ്, എങ്ങനെയാണ് ആ ഒരു 15ലും കൂടെ എങ്ങനെയാണ് ചാർട്ട് പോകുന്നത് നോക്കാൻ വേണ്ടിയിട്ടാണ് 15 കൂടെ വെച്ചത്. 15ഉം വലിയ കുഴപ്പമില്ല, കയറും തന്നെയാണ് എൻ്റെ ഒരു പ്രതീക്ഷ. മുകളിലോട്ട് തന്നെ പോകുന്നതാണ്. ഓക്കെ, ഞാൻ കൂടുതലും ഇൻട്രാഡേ ചെയ്യുന്നത് 3ലാട്ടോ. അപ്പോൾ ഓരോ ആൾക്കാർ അതായത് ചോദിച്ചാൽ നിങ്ങൾ ഒന്ന് പറയുമോന്ന്. കാരണം ഓരോ ആൾക്കാർ ചിലർ 1 ചെയ്യും, ചിലവർ 3 ചെയ്യും, ചിലവർ 5 ചെയ്യുന്നവരുണ്ട്, അങ്ങനെ ചിലവർ 10 ചെയ്യും, അതേപോലെ തന്നെ 15 വരെ ചെയ്യുന്നവരുണ്ട്. ഓക്കെ, 15ലൊക്കെ ആകുമ്പോൾ കുറച്ചും കൂടെ ഒരു നമുക്ക് ചാർട്ട് അങ്ങനെ ഓവറായിട്ടുണ്ടാവില്ല. ഒരു കണ്ടോ, കറക്റ്റ് 15 മിനിറ്റ്സ് ഇതാവുമ്പോൾ കറക്റ്റ് ഇതാ 3 ക്യാൻഡിലാണ് ഇതുവരെ ഇവിടെ ഫോം ആയിട്ടുള്ളൂ. കാരണം ഇത് ഒരു 15 മിനിറ്റ് ക്യാൻഡിലായിരിക്കും ഫസ്റ്റ് തന്നെ വരിക, പിന്നെ ഇവിടെ 15, പിന്നെ ഇവിടെ 15. കാരണം അതുകൊണ്ടാണ് 3 ക്യാൻഡിലും ആയത്. ഇപ്പം 3 കൂടെ വരുമ്പോൾ 45 മിനിറ്റ് ആയി.
ഒരു 3 മിനിറ്റ്സ് ആകുമ്പോൾ കറക്റ്റ് 3 മിനിറ്റ്സിൽ തന്നെ നമ്മളെ എന്താ പറയുക ചാർട്ട് മാറിക്കൊണ്ടിരിക്കും. ഇവിടെ ഒരു 3 മിനിറ്റ് കഴിഞ്ഞാൽ ഇവിടെ 3 മിനിറ്റ് കഴിഞ്ഞാൽ ഇവിടെ 3 മിനിറ്റ് ആവും, അങ്ങനെ 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 മാറിക്കൊണ്ടിരിക്കും. അതാകുമ്പോൾ 1 മിനിറ്റ് ആകുമ്പോൾ കുറച്ചും കൂടെ പെട്ടെന്നായിരിക്കും ആവുക. അതായത് ഉണ്ടോ ഇങ്ങനെ വരും 1 മിനിറ്റ് ആകുമ്പോൾ. ഇവിടെ ഒന്ന് കയറി ഇവിടെ ഒന്ന് വീണ് പിന്നൊന്ന് കയറി പിന്നൊന്ന് താഴോട്ട് പോയി അങ്ങനെ അങ്ങനെ കാണിക്കും. ഞാൻ അത്ര ഭയങ്കര എന്താ പറയുക ഭയങ്കര പ്രോ ട്രേഡറും അങ്ങനത്തെ ഒന്നല്ല കേട്ടോ. അങ്ങനെയൊന്നല്ല. ഞാൻ ട്രേഡ് ചെയ്യും കുറേ. ഒരു അപ് സ്റ്റോക്സിൽ ഇപ്പോൾ ഒരു ഓൾമോസ്റ്റ് ഒരു 2 വർഷത്തോളമായി ഞാൻ ട്രേഡ് ചെയ്യാൻ തുടങ്ങിയിട്ട്. അത് നമ്മളെ ഇന്ത്യൻ മാർക്കറ്റിൽ അപ് സ്റ്റോക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ബ്രോക്കറേജ് കേട്ടോ, സോറി. ഇന്ത്യൻ മാർക്കറ്റിൽ ഞാൻ ഏകദേശം ഒരു 2 ഇയേഴ്സ് ആവാനായി ട്രേഡ് ചെയ്യാൻ തുടങ്ങിയിട്ട്. അതേപോലെ തന്നെ ക്രിപ്റ്റോയില് 2025 ജാനുവരിയിൽ തുടങ്ങിയതാണ്. ക്രിപ്റ്റോയിലൊരു ഓൾമോസ്റ്റ് 1 ഇയർ ആയിട്ടില്ല. നെക്സ്റ്റ് ഇയർ ജാനുവരി ആയിട്ടുണ്ടെങ്കിലാണ് 1 ഇയർ ആവും. ഓക്കെ, അപ്പം നമുക്ക് ഇതുവരെ എൻട്രി ഒന്നും കിട്ടിയിട്ടില്ല. നമ്മുടെ നിഫ്റ്റിയിൽ ഇതുവരെ എൻട്രി ഒന്നും കിട്ടിയിട്ടില്ല. ഓക്കെ, ഞാനിപ്പോൾ ഒരു എൻട്രി എടുക്കും. ഇത് ഞാൻ പറഞ്ഞത് നിങ്ങളോട് ഈ ഒരു സാധനം ബ്രേക്ക് ചെയ്ത് കഴിയുകയാണെങ്കിൽ ഞാൻ ബുള്ളിഷ് സൈഡാണ്, അതായത് മുകളിലേക്കാണ് നോക്കാന്ന് ഞാൻ പറഞ്ഞു. അപ്പം ഇത് ഒന്ന് കഴിഞ്ഞൊരു ക്യാൻഡിൽ ഇവിടെ ഫോം ചെയ്യുകയാണെങ്കിൽ ഞാൻ മുകളിലേക്ക് എടുക്കും. ഓക്കെ, അപ്പം അതുവരെ നമുക്കൊന്ന് ബാങ്കിന്റെ എന്താ അവസ്ഥ ജസ്റ്റ് നോക്കാം. ഓക്കെ, ബാങ്കിന്റെ ഫസ്റ്റ് തന്നെ ഒരു ന്യൂട്രൽ ക്യാൻഡിൽ പോലത്തെ ഒരു സാധനമാണ് ഇവിടെ വന്നത്. ഓക്കെ, നമുക്ക് ആ ക്യാൻഡിൽ നോക്കണ്ട. ബാങ്കും ഒരു 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 ഇങ്ങനെ പോയൊരു ബാങ്കാണ് ഒരു 2-3 ദിവസമായിട്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു കയറാൻ ചാൻസ് ഉണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. ബുള്ളിഷ് ആവുമെന്നാണ് തോന്നുന്നത്. ഓക്കെ, നമുക്ക് സെൻസെക്സ് ഒന്ന് ജസ്റ്റ് നോക്കാം. സെൻസെക്സും കുഴപ്പമില്ലാണ്ട് പോകുന്നുണ്ട്. ഓക്കെ, ഓക്കെ ഗൈസ്, അപ്പം നമുക്കൊരു ട്രേഡ് നോക്കാം. ഓക്കെ, ഓക്കെ. അപ്പം ഞാനൊരു ചെറിയൊരു ട്രേഡ് എടുത്തിട്ടുണ്ട് നമ്മളെ നിഫ്റ്റിയിൽ. ഇപ്പൊ സെൻസെക്സും ബാങ്കിലും ഒന്നും ഞാൻ നോക്കിയിട്ടില്ല. അതേപോലെ എനിക്ക് ഇന്നൊരു സുഖമായിട്ട് തോന്നിയില്ല. എനിക്ക് നിഫ്റ്റിയിലാണ് കുറച്ചും കൂടി ഒരു സുഖമായിട്ട് തോന്നിയത് ഇന്നത്തെ ഒരു ക്യാൻഡിലും ഇതൊക്കെ കണ്ടിട്ട്. ഓക്കെ, അപ്പം വീഡിയോ എന്തായാലും ലെങ്ത് ആയിരിക്കും, കുറച്ചു നേരം കാണേണ്ടി വരും നിങ്ങൾ. അപ്പോൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ എങ്ങനെയാണ് ഓരോ ഇത് നോക്കുന്നതും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, അറ്റ്ലീസ്റ്റ് നിങ്ങൾക്ക് കുറച്ചെങ്കിലും മനസ്സിലാവും. അപ്പോൾ ട്രേഡ് ചെയ്യുന്നവരാണെങ്കിൽ ഞാൻ എൻ്റെ രീതിയിൽ തന്നെ ചെയ്യാനൊന്നും ഞാൻ പറയില്ല. നിങ്ങൾ ഓരോരുത്തരും ഓരോ രീതിയിലേക്ക് ചെയ്യുക. അപ്പോൾ അവരെ എങ്ങനെയാണ് നിങ്ങൾക്ക് ട്രേഡ് ചെയ്തിട്ട് ലാഭം ഉണ്ടാക്കാൻ പറ്റുന്ന ആ രീതിയിൽ തന്നെ നിങ്ങൾ ചെയ്യുക. അങ്ങനെ തന്നെ ഇനി മുന്നോട്ട് പോവുക. ഓക്കെ, അപ്പൊ ഇന്ന് ഞാൻ ഈ ഒരു സ്ട്രാറ്റജി ചെയ്ത് നാളെ ഞാൻ വേറൊരു സ്ട്രാറ്റജി ചെയ്ത് മറ്റന്നാൾ ഞാൻ വേറെ ഒന്ന് കണ്ടുപിടിച്ച് അങ്ങനെ ചെയ്തിട്ട് കാര്യം ഉണ്ടാവില്ല. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ഒരു റിസൾട്ട് ഉണ്ടാവും എനിക്ക് തോന്നുന്നില്ല. ഓക്കെ, നമുക്ക് ജസ്റ്റ് നോക്കാം നമ്മൾ എടുത്ത സാധനത്തിന്റെ അവസ്ഥ എന്താ നോക്കാം. ഓക്കെ, അപ്പം ചെറിയ എമൗണ്ടിലാണ് ഞാൻ ചെയ്യുന്നത് കേട്ടോ. വളരെ ചെറിയ എമൗണ്ടിലാണ് ഞാൻ ട്രേഡ് ചെയ്യുന്നത്. അപ്പം
ഇന്ന് മുതൽ ഞാൻ ഓരോ ദിവസവും എമൗണ്ട് ഞാൻ കൂട്ടി കൂട്ടി കൊണ്ടുവരും. ഓക്കെ, ഇപ്പൊ ചെറിയ എമൗണ്ടിലാണ് ട്രേഡ് ചെയ്യുന്നത്. വളരെ വളരെ എനിക്ക് തോന്നുന്നൊരു 2000 രൂപ തന്നെ ഇല്ലാതെ തോന്നുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇനി ഞാൻ അത് ഞാൻ കൂട്ടി കൂട്ടി കൊണ്ടുവരും. ഓരോ ദിവസം ഞാൻ എമൗണ്ട് കൂട്ടും. അപ്പൊ ഇന്നത്തെ വീഡിയോ ജസ്റ്റ് ഒരു തുടക്കക്കാർക്കും ഉള്ളൊരു വീഡിയോ ആണ്. അതേപോലെ പ്രൊഫഷണൽസ് കാണുകയാണെങ്കിലും പ്രശ്നമൊന്നുമില്ല, അവർക്കും നോക്കാം. ഓക്കെ, അപ്പൊ നമ്മളിനി ഡെയിലി ഞാൻ ഇതിപ്പോ ചെറിയ എമൗണ്ട് ആണ്. ഇനി ഞാൻ ഓരോ ദിവസം ഡേ ബൈ ഡേ ഞാൻ എമൗണ്ട് ചെറുതായി ചെറുതായി കൂട്ടി 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 കൊണ്ടുവരും. ഓക്കെ, എങ്ങനെയാണ് എങ്ങനെയാണ് എനിക്ക് എങ്ങനെയാണ് എൻ്റെ ഇതിൽ പോകുന്നത്, ഞാൻ വിചാരിക്കുന്ന പോലെ മാർക്കറ്റ് പോവുകയാണെങ്കിൽ എനിക്ക് നല്ല രീതിയിൽ കാര്യങ്ങൾ ലാഭമൊക്കെ കിട്ടുകയാണെങ്കിൽ ഞാൻ എമൗണ്ട് ചെറുതായി ചെറുതായി കൂട്ടും. ഈ കൂട്ടല്ലേ, ഇതിൽ നിന്നുള്ള ലാഭം തന്നെ എടുത്തിട്ട് ട്രേഡ് ചെയ്യും. ഓക്കെ, ഓക്കെ, അപ്പം ചെറിയൊരു പ്രോഫിറ്റ് കാണിച്ച് വരുന്നുണ്ട്. ഓക്കെ, നമുക്ക് നോക്കാം എന്താ അവസ്ഥ.
ഓക്കെ, അപ്പം മാർക്കറ്റ് എന്തായാലും മുകളിലേക്ക് തന്നെയാണ് ഞാൻ ഇപ്പോഴും പ്രതീക്ഷിക്കുന്നത്. മുകളിലേക്ക് തന്നെയാണ് മാർക്കറ്റ്. ഓക്കെ, നമുക്ക് നോക്കാം. ഇനിയിപ്പോ എന്തൊക്കെ സംഭവിച്ചാലും, അതായത് ഇനിയിപ്പോ പ്രോഫിറ്റ് ആണെങ്കിലും അതേപോലെ തന്നെ ലോസ് ആണെങ്കിലും നമുക്ക് നമ്മൾ വിചാരിച്ച പോലത്തെ ഒരു എൻട്രി കിട്ടി. അതുകൊണ്ട് ഞാൻ ട്രേഡ് എടുത്തു. അതുകൊണ്ട് ഞാൻ ഇവിടെ അപ്ലോഡ് ചെയ്തു, വീഡിയോ എടുത്തു, അതുകൊണ്ട് അപ്ലോഡ് ചെയ്യുന്നു. ഓക്കെ, ഇത് എല്ലാ ദിവസവും നമുക്ക് എൻട്രി കിട്ടണം എന്നില്ല ട്രേഡിൽ. ഓക്കെ, നമുക്ക് എല്ലാ ദിവസവും നമ്മൾ വിചാരിച്ച പോലെ കിട്ടണം എന്നില്ല. ഞാൻ വിചാരിച്ചൊരു രീതിയിൽ എനിക്ക് വന്നില്ലെങ്കിൽ ഞാൻ ആ ദിവസം ഞാൻ സ്കിപ്പ് ചെയ്യുന്നതാണ്. ഓക്കെ, ഞാൻ വിചാരിച്ച രീതിയിൽ എനിക്ക് ട്രേഡ് കിട്ടിയാൽ മാത്രമാണ് ഞാൻ എടുക്കുള്ളൂ. അപ്പം ഇന്ന് എനിക്ക് വിചാരിച്ച രീതിയിൽ ട്രേഡ് കിട്ടി. അതിനിപ്പോൾ ലാഭമാണെങ്കിലും നഷ്ടമാണെങ്കിലും ഞാൻ ഹാപ്പിയാണ്. ഓക്കെ, പിന്നെ വീഡിയോ നല്ല രീതിയിൽ തന്നെ എന്താ പറയുക ലെങ്ത് ഉണ്ടാവും. അപ്പം ലെങ്ത് ഉള്ള വീഡിയോസ് ആണ് ഞാൻ അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുന്നത്. ഓക്കെ, ലെങ്ത് ഉള്ള വീഡിയോ വരുന്നത് കാരണം നമ്മൾ ട്രേഡ് എടുക്കുന്നതും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടാണ് ഇത്ര ലെങ്ത് വരുന്നത്. അപ്പോൾ മാക്സിമം എല്ലാവരും നല്ല ഫുള്ള് കാണാൻ ശ്രമിക്കുക. ഫുള്ള് കണ്ടില്ലെങ്കിലും അത്യാവശ്യം വേണ്ട കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ട് മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ എങ്ങനെയാണ് ഓരോ ട്രേഡ് നോക്കുന്നതും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അതിൽ നിന്ന് തന്നെ ഒരു ഐഡിയ കിട്ടും. ഓക്കെ, അപ്പം നിഫ്റ്റിയിൽ 25,300 കോൾ ഓപ്ഷൻ ആണ് ഞാൻ എടുത്തത്. 14 സംതിങ്ങിലാണ് ഞാൻ ബൈ ചെയ്തത്. 14,25 അല്ല 14,70 ബൈ ചെയ്തത്. ഓക്കെ, 14,75 ബൈ ചെയ്തത്. ഓക്കെ, അപ്പം കറന്റ്ലി അത് ലാഭമില്ല നഷ്ടമില്ലാത്ത രീതിയിലാണ് പോകുന്നത്. 7 റുപ്യ ആയിട്ടുണ്ട്. ഓക്കെ, 11,7 അങ്ങനെ പോകുന്നുണ്ട്. ചെറിയ എമൗണ്ട് ആയതുകൊണ്ടാണ് അതങ്ങനെ കാണിക്കുന്നത് കേട്ടോ. നമ്മൾ വലിയ രീതിയിൽ നല്ല വലിയ പൈസ കിട്ടി കളിക്കുകയാണെങ്കിൽ അതിനനുസരിച്ച് അത് മാറും. ഓക്കെ, ഞാനിത് ജസ്റ്റ് ഞാൻ ചെറിയ എമൗണ്ടിലാണ് ഞാൻ ട്രേഡ് ചെയ്യുന്നത്. അത് ഞാൻ ജസ്റ്റ് നിങ്ങൾ തുടക്കക്കാരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാണ്. ഇനി നമ്മൾ എൻ്റെ വീഡിയോ കണ്ട് നിങ്ങൾ പോവുകയാണെങ്കിൽ ഞാൻ ഡെയിലി എമൗണ്ട് കൂട്ടി കൊണ്ടുവരും. അപ്പോൾ നിങ്ങൾക്ക് അതിനനുസരിച്ച് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ എന്തെങ്കിലും അറിയാത്ത എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. ഓക്കെ, ഓക്കെ, 52 പ്രോഫിറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, ഞാൻ വെച്ച ടാർജറ്റ് 17.70 ആണ്. ഓക്കെ, 17.70 ആകുമ്പോൾ അത് എക്സിറ്റ് ആവുന്നതാണ്. ഓക്കെ, വാവ് നൈസ്. നല്ല ഇതിനെ ഒരു കാണിക്കുന്നുണ്ട് മാർക്കറ്റ്. ഇത് ഇപ്പുറത്തുള്ളത് ഇതിൻ്റെ ആട്ടോ, നമ്മളെ പുട്ടിൻ്റെയാണ്. പുട്ടിൻ്റെ ചാർട്ടും കൂടെ വെച്ചതാണ് ഞാൻ. ജസ്റ്റ് ഞാൻ അതൊന്ന് നോക്കാൻ വേണ്ടിയിട്ട് വെച്ചതാണ്. അപ്പോൾ കോള് പോകുന്നതനുസരിച്ച് കോള് കയറുന്നതനുസരിച്ച് പുട്ട് താഴോട്ട് പോകും. ഓക്കെ,
അതേപോലെ പിന്നെ ഡെയിലി ഒന്നും വീഡിയോ ഉണ്ടാവില്ല. ഡെയിലി ഒന്നും ഞാൻ എന്തായാലും വീഡിയോ ഇടാൻ എനിക്ക് സമയം ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ അധികവും ഞാൻ കഴിയുന്നത്ര ഞാൻ വേഗം തന്നെ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കും. ഞാൻ ട്രേഡ് ചെയ്യുന്ന വീഡിയോസ് ഒക്കെ ഞാൻ അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുന്നതാണ്. ഓക്കെ, ഇനിയിപ്പോൾ ലെങ്ത് ഓവർ ആണെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ മതി, ഞാൻ ലെങ്ത് മാക്സിമം കുറച്ചിട്ട് തന്നെ ഇടാൻ ശ്രമിക്കാം. ഓക്കെ, ഓക്കെ. അപ്പം എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത്? ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് താഴെ പോയിട്ട് ജസ്റ്റ് ഒന്ന് ഫുഡ് കഴിക്കാൻ വേണ്ടി പോയതാണ്. അപ്പൊ താഴെ പോയിട്ട് ഒന്ന് ജസ്റ്റ് വരുമ്പോഴത്തേക്കും ഒന്ന് നോക്കിയതാണ്. ഓക്കെ, അപ്പോഴത്തേക്കും നമ്മളെ ടാർജറ്റ് ഒക്കെ കഴിഞ്ഞ്. ഓക്കെ, ടാർജറ്റ് ഓൾമോസ്റ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഞാനിവിടെ ഓൾറെഡി 17.70 ആണ് ഞാനൊരു ടാർജറ്റ് വെച്ചത്. ഓക്കെ, അത് തട്ടി ഏകദേശം 20, ഓൾമോസ്റ്റ് ഒരു 20 ഓൾമോസ്റ്റ് എത്തിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രേ ഉള്ളൂ ഗൈസ്. ഓക്കെ, ഇത്രേ ഉള്ളൂ. സിമ്പിളാണ്. സിമ്പിളൊന്നല്ല കേട്ടോ, നല്ല പണി തന്നെയാണ്. നമ്മൾ സിമ്പിളാന്ന് പറഞ്ഞത് ഞാൻ പറഞ്ഞു, ഞാൻ എടുക്കുന്ന ട്രേഡ് ഞാൻ എപ്പോഴും വിശ്വസിച്ചിട്ടാണ് ഞാൻ എടുക്കുള്ളൂ. അപ്പൊ അതിനിപ്പോ ലോസ് ആണെങ്കിലും പ്രോഫിറ്റ് ആണെങ്കിലും ഞാൻ ഹാപ്പിയാണ്. അപ്പോൾ ഞാൻ 17.70 ആണ് ഞാൻ വെച്ചത്. അപ്പൊ അതൊരു 17.40 അങ്ങനെ എന്തോ ആണത് എക്സിറ്റ് ആയത്. കാരണം എനിക്ക് തോന്നുന്നത് ബിഗ് മൂവ്മെന്റ് ഒക്കെ വരുന്ന സമയത്ത് എനിക്ക് തോന്നുന്നത് നമ്മളെ മറ്റേ സ്റ്റോപ്പ് ലോസ് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു, അല്ല ടാർജറ്റ് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു മാർക്കറ്റ് ബിഗ് മൂവ്മെന്റ് ഒക്കെ വന്നു കഴിഞ്ഞാൽ, അതായത് ബിഗ് ക്യാൻഡിലൊക്കെ ഫോം ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു അതിന്റെ കുറച്ച് മുന്നേ തന്നെ എനിക്ക് തോന്നുന്നത് ഇതാവും തോന്നുന്നുണ്ട്. അതായത് ടാർജറ്റ് അടിക്കും തോന്നുന്നുണ്ട്. ഓക്കെ, എന്താ പറഞ്ഞോളൂ, ഞാനൊരു ഓൾമോസ്റ്റ് ഒരു 250 ഒക്കെ പ്രതീക്ഷിച്ചായിരുന്നു. ചെറിയ എമൗണ്ട് ആണ്, 250 ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അത്
200 അടുത്താണ് എനിക്ക് പ്രോഫിറ്റ് ആയിട്ടുള്ളൂ. ഓക്കെ, കുഴപ്പമില്ല. എന്തായാലും നമ്മളെടുത്ത ട്രേഡ് നമുക്ക് ടാർജറ്റ് അടിച്ചിട്ടുണ്ട്. ഓക്കെ, നമുക്കിനി സമയം 11 മണി ആവാൻ പോകുന്നു. ഓക്കെ, ഓക്കെ ഓക്കെ അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇനി അടുത്തൊരു ട്രേഡ് വേണമെങ്കിൽ പ്ലാൻ ചെയ്യാം. ഓക്കെ, 11 ആയിട്ടുള്ളൂ, സമയം ഇനിയുണ്ട്. ഓക്കെ, നമുക്ക് വേണമെങ്കിൽ അടുത്ത എൻട്രി നോക്കാം. നല്ലൊരു എൻട്രി കിട്ടുകയാണെങ്കിൽ ഞാൻ ട്രേഡ് എടുക്കും. ഓക്കെ, ഞാൻ പറഞ്ഞില്ല മാർക്കറ്റിൽ നിന്ന് എന്തായാലും മുകളിലോട്ട് തന്നെയാണ് പോകുന്നത്. എനിക്ക് കറക്റ്റ് അറിയായിരുന്നു മാർക്കറ്റ് മുകളിലോട്ട് തന്നെ പോകുന്നു. ഓക്കെ, പക്ഷെ നമ്മൾ 100% വിചാരിക്കുന്ന പോലെ നല്ല മാർക്കറ്റ് പോവുക. സംടൈംസ് മാർക്കറ്റ് താഴത്തേക്കും പോകാൻ ചാൻസ് കൂടുതലാണ്. ഓക്കെ, അപ്പം ഞാൻ ഇന്ന് എനിക്കൊരു കറക്റ്റ് ഒരു അപ്പ് തന്നെ പോകുന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. ഞാൻ എടുത്ത ഈ ഒരു റേഞ്ച് കഴിഞ്ഞ് മുകളിലോട്ട് പോകുന്ന തന്നെയാണ് ഞാൻ പ്രതീക്ഷിച്ചത്. ഓക്കെ, 2025 260 അബോവ് പോയിട്ടുണ്ടെങ്കിൽ എനിക്ക് ട്രേഡ് ഉണ്ട് തന്നെയാണ് ഞാനിന്ന് പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ അബോവ് പോയി ഞാൻ ട്രേഡ് എടുത്തു. ഈ ഒരു റേഞ്ച് ഒക്കെ ആകുമ്പോഴത്തേക്ക് ഞാൻ എക്സിറ്റ് അടിച്ചു. പിന്നെ മാർക്കറ്റ് ഇവിടുന്ന് താഴോട്ട് പോകുന്നുണ്ട്. ഓക്കെ, ഈ താഴോട്ട് പോകുന്നതൊന്നും കണ്ട് നിങ്ങൾ ഒരിക്കലും എന്താ പറയുക പേടിക്കേണ്ട ആവശ്യമില്ല. കാരണം മാർക്കറ്റ് താഴത്തോട്ട് പോയിട്ട് അതേപോലെ തന്നെ മുകളിലോട്ട് വരും ചെയ്യും. ഓക്കെ, പിന്നെ ചില സമയത്ത് മാർക്കറ്റ് എന്തെങ്കിലും എന്തെങ്കിലും നെഗറ്റീവ് ന്യൂസോ അങ്ങനെ ഒക്കെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ മാത്രമാണ് പെട്ടെന്ന് മാർക്കറ്റ് എന്താ പറയുക പോകത്തുള്ളൂ. അല്ലാണ്ട് മാർക്കറ്റ് ഒരു കാരണവശാലും അങ്ങനെ പെട്ടെന്നൊന്നും നിങ്ങൾ വിചാരിക്കുന്ന പോലെ അങ്ങനെ ഇവിടുന്ന് ഇനിയിപ്പോൾ ഇങ്ങനെ അങ്ങ് എന്താ പറയുക ഇങ്ങനെ അങ്ങ് താഴത്തേക്ക് ഇതേപോലെ പോയി ഇങ്ങനെ പോകുന്നില്ല. ഈ ഒരു റേഞ്ച് വരെയൊക്കെ പോയിട്ട് ഇവിടുന്ന് തിരിച്ചത് ഇതേപോലെ മുകളിലോട്ടും കയറും. ഓക്കെ, ജസ്റ്റ് ഒരു എക്സാമ്പിൾ കാണിച്ചത് കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ട്രേഡ് നോക്കാം. ഇനി എൻട്രി കിട്ടുകയാണെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ട്രേഡ് നോക്കാം. ഓക്കെ, ഇന്നത്തെ ചാർട്ട് ഉണ്ടോ നിങ്ങൾ കറക്റ്റ് ഇതാ ഇങ്ങനെയാണ് പോയിക്കൊണ്ട് നിൽക്കുന്നത് ഇപ്പം മാർക്കറ്റ്. ഒക്കെ ഇനി മേ ബി അത് ഇവിടുന്ന് താഴത്തോട്ടും വരാം. ഓക്കെ, നമുക്ക് നമ്മളെ ബാങ്കിൽ എന്താ അവസ്ഥ നോക്കാം. ഓക്കെ, ബാങ്ക് നിഫ്റ്റി ഇതാണ് നമ്മൾ ഇന്ന് എടുത്ത ട്രേഡ് കേട്ടോ. കറന്റ്ലി അത് 17 നിൽക്കുന്നത്. 17.70 ആണ് ഞാൻ ടാർജറ്റ് ഫിക്സ് ചെയ്തത്. അപ്പോൾ അത് കറക്റ്റ് ഒരു 17.30 സംതിങ് ആകുമ്പോഴത്തേക്ക് അത് എന്താ പറയുക 17.30 ആണോ 17.30 ആകുമ്പോഴത്തേക്ക് അത് പോയിട്ടുണ്ട്, എക്സിറ്റ് ആയി പോയിട്ടുണ്ട്. ഓക്കെ, അതായത് ടാർജറ്റ് ഹിറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, നിഫ്റ്റി ഇപ്പം 25,177 ഇപ്പോൾ ഫ്യൂച്ചർ നിൽക്കുന്നത് കേട്ടോ. വാവ്, ഇതിപ്പോൾ നല്ല കയറ്റിനി ഉണ്ടെങ്കിൽ കയറ്റം പ്രതീക്ഷിക്കാം നിഫ്റ്റിയിലൊക്കെ. ഇനി അത് മുകളിലോട്ട് തന്നെ പോകുന്ന തന്നെ പ്രതീക്ഷിക്കാം. അപ്പം
നമുക്കിനി നെക്സ്റ്റ് ട്രേഡും കൂടെ നോക്കാം. ഇനി നമുക്കൊരു എൻട്രി കിട്ടുകയാണെങ്കിൽ നമുക്ക് എടുക്കാം. ഓക്കെ, അപ്പം അങ്ങനെയാണെങ്കിൽ നമ്മളിന്നൊരു ട്രേഡ് കൂടെ എടുക്കുന്നതാണ്, ഒരു എൻട്രി കിട്ടുകയാണെങ്കിൽ. ഓക്കെ, സമയം 11 മണി ആയിട്ടുള്ളൂ. ഓക്കെ, കറക്റ്റ് ഒരു എൻട്രി കിട്ടുകയാണെങ്കിൽ മാത്രമാണ് ഞാനിന്ന് ട്രേഡ് എടുക്കുള്ളൂ, അല്ലെങ്കിൽ ട്രേഡ് എടുക്കില്ല. നമ്മൾ ബാങ്ക് നിഫ്റ്റിയിൽ എന്താണ് അവസ്ഥ നോക്കാം. ബാങ്ക് നിഫ്റ്റിയിലൊന്നും ഞാൻ ഇന്ന് ട്രേഡ് പ്ലാൻ ചെയ്യണമെന്ന് വിചാരിച്ചില്ല കേട്ടോ. ബാങ്ക് നിഫ്റ്റിയിലൊക്കെ നമുക്കിനി വൈകാതെ നമുക്ക് ഇനി വരുന്ന വീഡിയോസിൽ നമുക്ക് അപ്ലോഡ് ചെയ്ത് ഞാൻ കാണിക്കുന്നതാണ്. ബാങ്ക് നിഫ്റ്റിയിൽ എങ്ങനെയാണ് ട്രേഡ് ചെയ്യുന്നത് എന്നൊക്കെ ഞാൻ കാണിക്കും. ഓക്കെ, ബാങ്ക് നിഫ്റ്റിൻ്റെ ഒരു സുഖമില്ലാത്തൊരു ചാർട്ടാണ് കേട്ടോ, ഒരു സുഖമില്ലാത്തൊരു ചാർട്ടാണ്. ഓക്കെ, മറ്റേന്ന് എനിക്ക് തോന്നുന്നു മർബൂസു ക്യാൻഡിലാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. നേരത്തെ ഒരു ബിഗ് മൊമെന്റം വന്നൊരു ക്യാൻഡിലെ മർബൂസു ആണെന്ന് തോന്നുന്നുണ്ട്. ബൂസു ഞാൻ എടുത്ത ഒരു സാധനത്തിൽ കാണാൻ പറ്റുമോ? അല്ല, മർബൂസ് ആണെങ്കിൽ വിക്ക് ഉണ്ടാവില്ല, വിക്ക് ഇല്ലാതെ കൊണ്ടാണ് വരിക. മർബൂസാണ്, മർബൂസ് അല്ല. ഓക്കെ, ഞാൻ നേരത്തെ നോക്കിയിട്ടുണ്ടായിരുന്നു, മർബൂസ് അല്ല അത്. നമുക്ക് നമ്മളെ സെൻസെക്സ് നോക്കാം. സെൻസെക്സും നമ്മളെ നിഫ്റ്റിയും ഒക്കെ ഓൾമോസ്റ്റ് ഒരു 90% ഒരു സെയിം ഇതിൽ തന്നെയാട്ടോ പോവാ, പാറ്റേൺ തന്നെയാട്ടോ പോവാ. 90ൽ ഒരു 70-75-80% ഒക്കെ ആ രീതി തന്നെ പോകാൻ. ഞാൻ 90 ഇനിയിപ്പോൾ പറയുന്നില്ല, കാരണം 90 പോയില്ലെങ്കിൽ പിന്നെ ഞാൻ വെറുതെ പറഞ്ഞ പോലെ. ഓക്കെ, എന്നാലും ഒരു 70-75% അത് ഒരു അങ്ങനെയാണ് പോവുക, ഒരു സെയിം പാറ്റേണിലാണ് പോവുക. ഓക്കെ, ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആണെങ്കിൽ കൂടി ഇത് രണ്ടും ഓൾമോസ്റ്റ് ഒരു സെയിം രീതിയിൽ തന്നെയാണ് പോവുക. ഓക്കെ, അങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കിയത്. ഓക്കെ, അപ്പം നമുക്ക് അടുത്തൊരു ഓപ്പർച്യൂണിറ്റി വന്നിട്ടുണ്ട് നമ്മളെ നിഫ്റ്റി തന്നെ. ഓക്കെ, അപ്പോൾ സമയം 11:45 ഓക്കെ, അപ്പോൾ ഞാൻ ഇത്ര നേരം വെയിറ്റ് ചെയ്തതാണ് അടുത്ത ഓപ്പർച്യൂണിറ്റി കിട്ടുമോ നോക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അടുത്തൊരു ഓപ്പർച്യൂണിറ്റി വന്നിട്ടുണ്ട്. അപ്പം ഇത് അടുത്തത് ഞാൻ മുകളിലേക്ക് തന്നെയാണ് കേട്ടോ നോക്കുന്നത്, അപ്പിലോട്ട് ഞാൻ നോക്കുന്നത്. അപ്പം ഇതിപ്പം ഈ ഒരു 25 ഒരു മിനിറ്റ്, ഈ ഒരു 25,206 ബ്രേക്ക് ചെയ്ത് താഴോട്ട് വരികയാണെങ്കിൽ എനിക്കിന്ന് ട്രേഡ് ഇല്ല. ഓക്കെ, ഞാൻ ആ ഒരു ഫസ്റ്റത്തെ ട്രേഡ് വെച്ച് ഞാൻ അവസാനിപ്പിക്കുന്നതാണ്. ഓക്കെ, അതല്ല ഇത് എന്താ പറയാ, ഈ ഒരു 25,222 ഒരു മിനിറ്റ് 200 ഓക്കെ 222.80 ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ഞാനിന്ന് മുകളിലേക്ക് നെക്സ്റ്റ് ട്രേഡ് എടുക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ എനിക്കിപ്പോൾ തോന്നുന്നത് ഇത് താഴത്തോട്ട് തന്നെയാണ് പോവാന്നാണ്. കണ്ടിട്ട് ഒരു എന്തൊക്കെയോ ഒരു തോന്നുന്നുണ്ട്, താഴോട്ട് പോകുന്നതാണ് എനിക്ക് തോന്നുന്നത്. അല്ലെങ്കിൽ
ഇവിടുന്ന് മേ ബി അപ്പ് പോയാലും ഹാപ്പിയാണ്. ഓക്കെ, പക്ഷെ എന്തായാലും ഇത് ഒരു താഴ്ച എന്തായാലും തരും. കാരണം ഇങ്ങനെ കയറിയ സ്ഥിതിക്ക് എന്തായാലും മാർക്കറ്റ് ഒരു ചെറിയൊരു ഡൗൺ തരാണ്ട് എന്തായാലും പോകില്ല. കാരണം മാർക്കറ്റ് ഒരിക്കലും നമ്മളെ സ്ട്രെയിറ്റ് പോയിട്ട് നിങ്ങൾ കണ്ടില്ലല്ലോ. ഒരിക്കലും ഇങ്ങനെ മാർക്കറ്റ് ഒരിക്കലും പോകില്ലല്ലോ. ഇങ്ങനെ ഒരിക്കലും മാർക്കറ്റ് പോകില്ല. ഇങ്ങനെ തന്നെ പോവുകയാണെങ്കിൽ പിന്നെ ട്രേഡ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. നമുക്ക് മുകളിലോട്ട് തന്നെ ട്രേഡ് എടുത്താൽ പോരെ. ഇങ്ങനെ ഒരിക്കലും മാർക്കറ്റ് പോകില്ല. ഒന്നെങ്കിൽ ഇവിടം വരെ പോയിട്ട്, ഒന്നെങ്കിൽ ഇവിടെ നിന്നത് കുറച്ചൊന്ന് താഴോട്ട് വന്നിട്ട് പിന്നെ അത് കയറി പോകാനാണ് ചാൻസ് കൂടുതൽ. അല്ലെങ്കിൽ ഒരു ചെറിയൊരു ഫോൾ വന്നിട്ട് പിന്നെ അവിടെ നിന്ന് അപ്പ് പോവും. നോക്കാം നമുക്ക് ഈ ഒരു 25 206 ബ്രേക്ക് ചെയ്ത് താഴത്തേക്ക് എത്തുകയാണെങ്കിൽ നമുക്കിന്ന് ട്രേഡ് ഇല്ല കേട്ടോ. നമുക്കിൻ്റെ അടുത്ത ട്രേഡ് ഞാൻ പ്ലാൻ ചെയ്യുന്നില്ല. കാരണം ഓൾമോസ്റ്റ് ഒരു 11:45 സമയമായിട്ടുണ്ട്. ഇനി മാക്സിമം 12:45 1 മണി വരെ നമ്മൾ വെയിറ്റ് ചെയ്യുന്നുള്ളൂ. അതിനുശേഷം ഞാൻ പിന്നെ ട്രേഡ് എടുക്കാറില്ല സാധാരണ. 1 മണി കഴിഞ്ഞാൽ പിന്നെ ഞാൻ ട്രേഡ് എടുക്കലില്ല. പിന്നെ 1 മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നല്ല പ്രോ ട്രേഡേഴ്സ് ഒക്കെ ഉണ്ട് കേട്ടോ. 2-2:30 ഒക്കെ ആകുമ്പോൾ എൻട്രി നോക്കി നിൽക്കുന്ന ആൾക്കാരുണ്ട്. അവരെന്താ ചെയ്യുക വെച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ആ ഒരു ലാസ്റ്റ് ടൈമിൽ നല്ലൊരു മൂവ്മെന്റ് ഉണ്ടാവും. നല്ല ബിഗ് മൂവ്മെന്റ് ഒക്കെ കിട്ടുന്നൊരു ക്യാൻഡിലൊക്കെ വരുന്ന വെയിറ്റ് ചെയ്തിട്ട് അവർ സ്കാൽപ്പ് ചെയ്യും. അതായത് 5 മിനിറ്റ്സ് 3 മിനിറ്റ്സിലൊക്കെ അവർ സ്കാൽപ്പ് ചെയ്തിട്ട് അങ്ങ് പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് ഇറങ്ങാറാണ് സാധാരണ. നല്ല പ്രോ ട്രേഡേഴ്സ് കേട്ടോ. ഞാൻ പിന്നെ ആ ഒരു 1 മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഞാൻ അങ്ങനെ ട്രേഡ് ചെയ്യില്ല. ഓക്കെ, കാരണം എനിക്കതൊരു നല്ലൊരു ടൈമായിട്ട് എനിക്ക് തോന്നിയില്ല 1 മണിക്ക് ശേഷം. അപ്പം എനിക്ക് എൻ്റെ ഒരു ഇതാണ് ഞാൻ പറഞ്ഞത്. ഓരോ ആൾക്കാർക്ക് ഓരോ രീതികളായി കിട്ടും. ചിലവർ രാവിലെ ഒന്നും ട്രേഡ് ചെയ്യാണ്ട് ചിലപ്പോൾ 1 മണിക്ക് ശേഷമായിരിക്കും ട്രേഡ് ചെയ്യുക. ചിലവർ രാവിലെ ഒരു 9 മണി 9:15 മുതൽ ഒരു 10 മണി വരെ ആയിരിക്കും ട്രേഡ് ചെയ്യുക. അതിനുള്ളിൽ തന്നെ പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് ഇറങ്ങും. ഓക്കെ, അപ്പം ഓരോ ആൾക്കാർ ഓരോ രീതിയിലാണ്. ഞാനിപ്പോൾ 1 മണിക്ക് ശേഷം ട്രേഡ് ചെയ്യാറില്ല സാധാരണ. 1 മണി വരെയാണ് എൻ്റെ ഒരു ടൈം ഞാൻ വെക്കുന്നത്. ഓക്കെ, ഇത് ഞാൻ പറഞ്ഞ പോലെ തന്നെ എനിക്ക് തോന്നുന്നത് താഴത്തേക്ക് പോകുന്നതാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, എന്താവട്ടെ, നമുക്ക് വരുന്ന വെച്ച് കാണാം. താഴോട്ട് പോകണമെങ്കിൽ താഴോട്ട് പോട്ടെ, മുകളിലേക്ക് പോകണമെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ട്രേഡ് എടുത്ത് നോക്കാം. നെക്സ്റ്റ് ട്രേഡ് എടുക്കാം. കാരണം ഞാൻ ഈ ഒരു ക്യാൻഡിലാട്ടോ ഫോക്കസ് ചെയ്ത്, ഈ ഒരു ഒറ്റൊരു ക്യാൻഡിൽ. ഇതൊരു ഹാമർ ക്യാൻഡിലാണ്. പിന്നെ ഇവിടെ കുറച്ചൊരു ചെറിയൊരു വിക്ക് ഉണ്ടെങ്കിലും അത് നോക്കേണ്ട ആവശ്യമില്ല. ഇതൊരു ഹാമർ ക്യാൻഡിലാണ്. ഓക്കെ, ഇങ്ങനെ നോക്കുകയാണെങ്കിൽ ഇതൊരു ഹാമർ ക്യാൻഡിലായിട്ടാണ് ഫോം ആയിട്ടുള്ളത്. ഓക്കെ, അപ്പം ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇത് ഇങ്ങനെ പോയി ഇവിടുന്ന് മേ ബി ഇത് താഴത്തേക്കാണ് വരാൻ ചാൻസ് കൂടുതൽ. ഓക്കെ, താഴത്തേക്കാണെങ്കിൽ എനിക്കിന്ന് ട്രേഡ് ഉണ്ടാവില്ല. ഞാനിന്ന് ബുള്ളിഷാണ് ഫോക്കസ് ചെയ്യുന്നത്. അതായത് മാർക്കറ്റ് ബുള്ളിഷ് ആവുമെന്നാണ് ഞാൻ പറയുന്നത്. അതായത് മുകളിലേക്ക് പോകുന്നതാണ് എൻ്റെ ഒരു ഐഡിയയിൽ ഞാൻ പറയുന്നത്. ഓക്കെ, താഴത്തേക്ക് മാർക്കറ്റ് വരൂല. ഓക്കെ, ഇനിയിപ്പോൾ ഇവിടെ നിന്ന് താഴത്തേക്ക് വരികയാണെങ്കിൽ കൂടി ഇവിടെ നിന്ന് അത് ബിലോ പോയിട്ട് മുകളിലോട്ട് തന്നെ വരും. ഓക്കെ, എന്തായാലും ഇന്നത്തെ ട്രെൻഡ് ഒരു ബുള്ളിഷ് തന്നെയാണ്. ഓക്കെ, ഓക്കെ, ഞാൻ നേരത്തെ എടുത്ത ട്രേഡിന്റെ ഇപ്പോഴത്തെ പ്രൈസ് 21.50 കേട്ടോ. അതായത് ഞാൻ 17.70 എക്സിറ്റ് അടിക്കണം എന്ന് പറഞ്ഞ സാധനം ഇപ്പോൾ 21 രൂപ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോഴും ഹോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അതിലും പ്രോഫിറ്റ് ആയി ഉണ്ടാവും. പക്ഷെ നമ്മളത് നോക്കേണ്ട ആവശ്യമില്ല. കാരണം നമ്മളൊരു ടാർഗറ്റ് ഫിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ടാർഗറ്റ് വന്നു കഴിഞ്ഞാൽ നമ്മൾ അവിടെ എക്സിറ്റ് അടിക്കണം. അതേപോലെ തന്നെ നമ്മൾ സ്റ്റോപ്പ് ലോസ് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ സ്റ്റോപ്പ് ലോസ് വന്നു കഴിഞ്ഞാൽ നമ്മൾ അവിടുന്ന് എക്സിറ്റ് അടിച്ച് മാറണം. ഓക്കെ, അത് പിന്നെ നമ്മളത് പിന്നെ ആ ട്രേഡ്
മുകളിലോട്ട് പോയി 21 25 എത്ര വേണമായിക്കോട്ടെ, നമ്മളതൊന്നും നോക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പം ഞാനിത് ജസ്റ്റ് ഒന്ന് പറഞ്ഞുള്ളൂ. 22 രൂപയിൽ എത്തിയെന്ന് പറഞ്ഞിട്ടുള്ളൂ. ഇപ്പോഴും നമ്മൾ ഹോൾഡ് ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് പ്രോഫിറ്റ് ആയിരിക്കും എന്നുള്ള രീതിയിലാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, എന്താവട്ടെ, അത് നമ്മളിനി നോക്കേണ്ട ആവശ്യമില്ല. നമ്മൾ 17.70 നമ്മൾ 17.30 നമ്മൾ എക്സിറ്റ് ആയത്. അതാണ് നമുക്ക് 191 സംതിങ് പ്രോഫിറ്റ് ആയി പോയത്. ഓക്കെ, 200 റുപ്പീസിൻ്റെ അടുത്തായിട്ട് ആയിട്ടുള്ളൂ. മറ്റേതാണെങ്കിൽ നമുക്ക് 250 രൂപേൻ്റെ അടുത്ത് പ്രോഫിറ്റ് ആയിരുന്നു. 17.70 ആണെങ്കിൽ 250 രൂപേൻ്റെ അടുത്ത് പ്രോഫിറ്റ് ആയിരുന്നു. ബ്രോക്കറേജും കൂടെ കഴിഞ്ഞൊരു 200 രൂപയെങ്കിലും കയ്യിൽ കിട്ടിയേനെ. ഓക്കെ, എന്താവട്ടെ, കുഴപ്പമില്ല. ഓക്കെ, ഇനി നമ്മൾ ഡേ ബൈ ഡേ എന്താ പറയുക, നിഫ്റ്റിയിലും ബാങ്ക് നിഫ്റ്റിയിലൊക്കെ ട്രേഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ പൈസ കൂട്ടി നമ്മൾ കൊണ്ടുവരും. ഓക്കെ, അപ്പൊ ഇത് ജസ്റ്റ് ഒരു ചെറിയ പൈസക്ക് ഞാൻ ട്രേഡ് ചെയ്ത് കാണിച്ചതാട്ടോ. ഓക്കെ, അപ്പം നമുക്ക് നോക്കാം. അപ്പം ഇത് എബോവ് അല്ലെങ്കിൽ ബിലോ വരികയാണെങ്കിൽ ഞാനിന്ന് ട്രേഡ് എടുക്കുന്നതല്ല കേട്ടോ. ഓക്കെ, ഇത് ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് മുകളിലോട്ട് നോക്കാം. ഓക്കെ, പിന്നെ ഒരു കാര്യം കൂടെ പറയാൻ വിട്ടുപോയി. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പോൾ നമ്മളെ ഈ അപ്സ്റ്റോക്സിലല്ല, അതായത് അപ്സ്റ്റോക്സിൽ അതല്ല വേറെ ഏതെങ്കിലും ബ്രോക്കറേജിലേറ്റോ ട്രേഡ് എടുക്കാൻ അറിയില്ല, അതേപോലെ തന്നെ എങ്ങനെയാണ് ട്രേഡ് എടുക്കുന്നതും അതേപോലെ തന്നെ എങ്ങനെയാണ് ബൈ ചെയ്യുന്നതും സെല് ചെയ്യുന്നതും ഒന്നും അറിയില്ലെങ്കിൽ നിങ്ങൾ ഒന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞാൽ മതി. ഞാൻ അടുത്ത വീഡിയോയിൽ ഞാൻ അതിനായിട്ട് ഒരു വീഡിയോ സെറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇട്ടിരുന്നതാണ് കേട്ടോ. അതിനായിട്ടൊരു വീഡിയോ ഞാൻ എടുത്തിട്ട് നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്ത് തരുന്നതാണ്. ഓക്കെ, അപ്പം ബൈ എങ്ങനെയാ, സെല് എങ്ങനെയാ, ഇപ്പം എന്താണ്, എങ്ങനെയാണ് നിഫ്റ്റിയിലൊരു പുട്ട് ഓപ്ഷൻ എടുക്കുക, ഒരു കോൾ ഓപ്ഷൻ എടുക്കുക, അതേപോലെ തന്നെ എങ്ങനെയാണ് നമ്മൾ സ്റ്റോക്സ് ബൈ ചെയ്യുക, സ്റ്റോക്സ് സെല് ചെയ്യുക, ലോങ് ടേമിലോട്ട് എങ്ങനെയാണ് സ്റ്റോക്ക് വാങ്ങുക, കാര്യങ്ങളൊന്നും അറിയില്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞോട്ടോ. ഞാൻ അതിൻ്റെതായ ഒരു വീഡിയോ ഞാൻ സെറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യുന്നതാണ്. ഓക്കെ, നിങ്ങൾക്ക് ഞാനത് ആ ഒരു വീഡിയോ ഞാൻ സെറ്റ് ചെയ്ത് നിങ്ങൾക്ക് ആക്കി തരുന്നതാണ്. ഓക്കെ,
ഇതെന്തായാലും അത്യാവശ്യം ലെങ്ത് ഉള്ള വീഡിയോ ആയിരിക്കും. കാരണം ഒരു എന്തായാലും മാക്സിമം ഒരു മണിക്കൂറിന്റെ എബോവ് പോകാനാണ് ചാൻസ്. 1 മണിക്കൂറിന്റെ മുകളിലൊക്കെ പോകാൻ ചാൻസ് ഉണ്ട്. അത്യാവശ്യം ലെങ്ത് ഉള്ള വീഡിയോ ആയിരിക്കും ഇന്നത്തെ. ഓക്കെ, പിന്നെ ഇന്ന് ഫ്രൈഡേ ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ എക്സ്പയറി ഒക്കെ മാറ്റിയിട്ടുണ്ട്. ഓക്കെ, എക്സ്പയറി ഒക്കെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇപ്പം ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഒക്കെ ഇപ്പോൾ തേഴ്സ്ഡേയും അതേപോലെ തന്നെ നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചും ഒക്കെ ട്യൂസ്ഡേ ആണ് ഇപ്പോൾ എക്സ്പയറി ആക്കിയത്. ഇപ്പം ഇവരിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് എക്സ്പയറി ഇങ്ങനെ മാറ്റി മാറ്റി കളിക്കുന്നുണ്ട്. അതെനിക്ക് അത്ര നല്ലതായി തോന്നുന്നില്ല. ഓക്കെ, അത് മാറ്റാത്തതാണ് നല്ലത്. ആദ്യം തന്നെയാണ് പണ്ടൊക്കെ നിഫ്റ്റി തേഴ്സ്ഡേ ആയിരുന്നു നിഫ്റ്റീൻ്റെ എക്സ്പയറി. ഓക്കെ, ഇപ്പം അത് ട്യൂസ്ഡേ ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് മാറ്റാണ്ട് ഇങ്ങനെ തന്നെ വെച്ച് പോയിട്ടുണ്ടെങ്കിൽ നല്ലതായിരിക്കും. ഇതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇവർ ഓരോ 2-3 മാസമൊക്കെ കൂടുമ്പോൾ ഇങ്ങനെ മാറ്റുന്നുണ്ട്. അതെനിക്ക് അത്ര നല്ലതായിട്ട് എനിക്ക് തോന്നിയില്ല. ഓക്കെ, ഓക്കെ, സമയം 12 മണി ആയിട്ടുണ്ട് കേട്ടോ. 12 മണി ആയിട്ടുണ്ട്. ഇനി ഇത് നോക്കാം നമുക്ക് എന്താണ് ഇതിന്റെ അപ്പ് പോവുകയാണെങ്കിൽ നമുക്ക് ട്രേഡ് എടുക്കാം. അതല്ല ഇതിന്റെ താഴോട്ട് വരികയാണെങ്കിൽ നമുക്ക് ഇന്ന് ട്രേഡ് ഇല്ല കേട്ടോ. ഓക്കെ, അപ്പം സമയം 1:30 ആയിട്ടുണ്ട്. ഓക്കെ, അപ്പം ഞാൻ പറഞ്ഞു ഈ ഒരു ക്യാൻഡില് ബ്രേക്ക് ചെയ്ത് താഴത്തേക്ക് വരികയാണെങ്കിൽ ഞാൻ ട്രേഡ് എടുക്കില്ല എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ എനിക്കൊരു ഡൗട്ട് അടിച്ചിട്ടുണ്ടായിരുന്നു അത് എന്തായാലും താഴത്തേക്ക് തന്നെ വരുന്നത്. അപ്പോൾ അതേപോലെ തന്നെ ഞാൻ വിചാരിച്ച പോലെ തന്നെ മാർക്കറ്റ് താഴത്തേക്ക് വന്നു. അപ്പം താഴത്തേക്ക് വന്നത് കൊണ്ട് ഇനി ഞാൻ ട്രേഡ് എടുക്കുന്നതല്ല. കാരണം എൻ്റെ വ്യൂ ഒന്ന് ബുള്ളിഷാണ്, അതായത് മുകളിലേക്കാണ്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു 25,222 ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് പോവുകയാണെങ്കിൽ ഒരു ഞാൻ മുകളിലോട്ട് കോൾ ഓപ്ഷൻ ഒന്നും കൂടെ എടുക്കുമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഇത് താഴത്തേക്ക് പോയിട്ടാണ് ഇപ്പം തിരിച്ച് റിവേഴ്സ് കയറുന്നുണ്ട്. അപ്പം എനിക്ക് തോന്നുന്നു ഇത് കയറാതിരിക്കാം അല്ലെങ്കിൽ ഇറങ്ങിയിരിക്കാം. എന്തൊക്കെ സംഭവിച്ചാലും ഇനി എനിക്ക് ട്രേഡ് ഇല്ല. ഓക്കെ, ഇനി എനിക്ക് ട്രേഡ് ഇല്ല. ഇന്നത്തെ ട്രേഡ് എൻ്റെ കഴിഞ്ഞു. ഓക്കെ, അപ്പം ഇനി എനിക്ക് ട്രേഡ് ഇല്ല. സമയം 1:30 ആയിട്ടുണ്ട്. ഓക്കെ, അപ്പം ഇന്നത്രേ ഉള്ളൂ. ഇന്നൊരു ചെറിയൊരു ട്രേഡ് എടുത്തു, നമ്മളത് പ്രോഫിറ്റ് എടുത്തു. ഓക്കെ, അപ്പോൾ ഇതൊക്കെ ജസ്റ്റ് ഒരു സ്റ്റാർട്ടിംഗ് ആയിട്ട് മാത്രമാണ് ഞാൻ തുടങ്ങിയത്. അപ്പോൾ അപ് സ്റ്റോക്സിന് ഞാനൊന്ന് സ്റ്റാർട്ടിംഗ് ആയി കാണിച്ചു. അപ്പം അത് ഡെൽറ്റയിൽ കാണിച്ച പോലെ തന്നെ അപ് സ്റ്റോക്സിൽ ഞാൻ കാണിച്ചു. ഓക്കെ, അപ്പോൾ അപ് സ്റ്റോക്സിൽ നിങ്ങൾ ട്രേഡ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഒരു ചെറിയൊരു ബിഗിനേഴ്സ് ഒക്കെ ആണെങ്കിൽ ചെറിയൊരു 500,000 ചെയ്താൽ മതി. ഞാനിപ്പോൾ ചെയ്ത പോലെ ജസ്റ്റ് ഒന്ന് ചെറിയ എമൗണ്ട് സ്റ്റാർട്ട് ചെയ്ത് പിന്നെ പൈസ മെല്ലെ കൂട്ടി കളിച്ചാൽ മതി കേട്ടോ. ആദ്യം തന്നെ ആരും ഒരു 20,000 30,000 ഒന്നും എടുത്തിട്ട് ആരും ട്രേഡ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ആദ്യം ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഒരു 1,000 റുപ്പീസിലൊക്കെ ജസ്റ്റ് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്താൽ മതി. ഓക്കെ, അപ്പം ഇനി നമുക്ക് അടുത്ത വീഡിയോ കാണാം. ഓക്കെ, സോ സി ഓൺ നെക്സ്റ്റ് വീഡിയോ. അപ്പം അതുവരെയും ബൈ.